Hi all, welcome to Codigo, the Coding Hub. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഫംഗ്ഷന്റെ ഡീറ്റെയിൽസ് തിയറി പാർട്സ് മൊത്തം ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇന്നൊരു ഫംഗ്ഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു എക്സാമ്പിൾ റൈറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, സോ ഞാൻ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ഇൻപുട്ട് പാസ് ചെയ്തിട്ട് രണ്ട് നമ്പേഴ്സ് പാസ് ചെയ്തിട്ട് ആ രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ സം കണ്ടിട്ട് അതിന്റെ സം, അതായത് അതിന്റെ ആഡിങ് അല്ലെ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് സം കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ തിരിച്ചു തരുന്ന ഒരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, സിമ്പിൾ ഫംഗ്ഷൻ. നമ്മൾ എന്ത് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ എങ്ങനെയാ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതാ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഹെഡർ വേണം. ഹെഡർ എന്താ? ഡിഫൈൻ. ഓക്കെ, സോ ആഡ് ടു നമ്പേഴ്സ്. ഓക്കെ, വാട്എവർ. ഓക്കെ, ആഡ്, ഞാൻ ജസ്റ്റ് ആഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ആഡ് അണ്ടർസ്കോർ 2. സോ നമ്മൾ ഈ ഫംഗ്ഷന്റെ പേര് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ നെയിം എഴുതുമ്പോൾ അണ്ടർസ്കോർ യൂസ് ചെയ്യും. അതായത് രണ്ട് പേരുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അണ്ടർസ്കോർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ടു ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് വേർഡുള്ള ഫംഗ്ഷൻ നെയിം ആണെങ്കിൽ ആദ്യത്തെ വേർഡിന്റെ ഫസ്റ്റ് നെയിം ഒക്കെ സ്മോൾ ലെറ്റർ തന്നെ, രണ്ടാമത്തെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. സോ ദാറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. അതായത് ഫൈൻഡ് സം അങ്ങനെയാണെങ്കിൽ എഫ് സ്മോൾ ലെറ്റർ തന്നെ, FIND സ്മോൾ ലെറ്റർ തന്നെ. അതായത് ഇങ്ങനെ ഫൈൻഡ് സം എന്നാണ് ഫംഗ്ഷന്റെ പേരെങ്കിൽ ഫൈൻഡ് എസ് ക്യാപിറ്റൽ കൊടുക്കുക, ഫൈൻഡ് സം. ദാറ്റ്സ് ഗുഡ് പ്രാക്ടീസ്. ഓക്കെ, സെക്കൻഡ് വേർഡ്സ് അങ്ങനെ എത്ര വേർഡ്സ് ഉണ്ടോ അങ്ങനെ ബാക്കിയുള്ള എല്ലാ വേർഡ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. ഓക്കെ, അപ്പൊ ആഡ് ടു ബ്രാക്കറ്റ് പാരന്തസിസ് ഓപ്പണിംഗ് അല്ലെ, പാരന്തസിസ് ഓപ്പണിംഗ്. രണ്ട് നമ്പേഴ്സ് നമുക്ക് വേണ്ടത് അല്ലെ. സോ num1 നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. num2 വേരിയബിളിന്റെ പേരാണ്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. num1 num2. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ഈ ഓരോ ഇത് എന്താണ്, ലോക്കൽ വേരിയബിൾ ആണ് ഇത്, ഗ്ലോബൽ വേരിയബിൾ എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നൗ ദിസ് ഇസ് 2 വേരിയബിൾസ്. ഓക്കെ, സോ num1 and num2 രണ്ട് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. num1 എന്ത് വേണമെങ്കിലും കൊടുക്കാം. സോ ഇതാണ് എന്ത്, ഫംഗ്ഷന്റെ ഹെഡർ അല്ലെ, ഫംഗ്ഷൻ ഹെഡർ. നമ്മുടെ ഫംഗ്ഷന്റെ പേരെന്താ? ആഡ് ടു. ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്. ഓക്കെ, കോളൻ ഇട്ടു. സോ കോളൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഫംഗ്ഷന്റെ ബോഡിയാണ് അല്ലെ. സോ ദിസ് ഇസ് മാർജിൻ, ബോഡിയാണ്. അപ്പോൾ ഒരു മാർജിൻ, ഒരു ഇൻഡന്റേഷൻ വിട്ടിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ num1 num2 ഉണ്ട്. ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ടോട്ടൽ. ടോട്ടൽ ഈസ് ഈക്വൽ ടു num1 num2 നമുക്ക് കിട്ടിയില്ലേ, ജസ്റ്റ് num1 പ്ലസ് num2. That's it. This is my function body. എനിക്ക് ഒറ്റ ലൈനേ ഉള്ളൂ, സിംഗിൾ ലൈനാണ്. എനിക്ക് ജസ്റ്റ് സം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ num1 ഇവിടെ ഉണ്ട്, num2 ഇവിടെ ഉണ്ട്. സോ ഞാൻ ജസ്റ്റ് num1 num2 എടുത്ത് സം കണ്ടുപിടിക്കുന്നു. ഓക്കെ, വെരി സിമ്പിൾ റൈറ്റ്. ഇനി എനിക്ക് ഈ ഔട്ട്പുട്ട് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ടോട്ടൽ. സോ ദിസ് ഈസ് ആക്ച്വലി യുവർ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. So header, body, return statement. So this is your function done. So return statement, return total. Okay, so that's it. So header, body, return statement. That's it. Your function definition is done. ഇനി എങ്ങനെ ഇതിനെ കോൾ ചെയ്യാം? So function calling part I am writing here. എങ്ങനെ റിട്ടേൺ കോൾ ചെയ്യുന്നത്? ഫംഗ്ഷന്റെ പേര് വെച്ചിട്ട്. എന്താ ഫംഗ്ഷന്റെ പേര്? ആഡ് ടു. സോ ജസ്റ്റ് സിംപ്ലി ആഡ് ടു. പേര് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ കൊടുക്കണം, ആഡ് ടു. ഇനി നമ്മൾ ഇതെന്താ? ഇത് ഫോർമൽ ആർഗ്യുമെന്റ്സ് ആ, ഫോർമൽ ആർഗ്യുമെന്റ്സ്. ആൻഡ് യു ഹാവ് ടു പാസ് ആക്ച്വൽ ആർഗ്യുമെന്റ്സ്. എനിക്ക് വേണ്ടത് ഇപ്പം 5ഉം 10ഉം കൂട്ടി എത്രയാണെന്നാണ് വേണ്ടത്. സോ 5, 10. That's it. ക്ലിയർ? 5, 10. അപ്പൊ എന്ത് സംഭവിക്കുക? ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണോ പ്രോഗ്രാമിൽ കാണുന്നത് അപ്പൊ തന്നെ ഇതിന്റെ കൺട്രോൾ എങ്ങോട്ടേക്ക് പോകും? ഇവിടത്തേക്ക് വരും, ഡെഫിനിഷനിലേക്ക് വരും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ അതാണ് പറഞ്ഞത്. ഒരു ഫംഗ്ഷൻ കോളിംഗ്. അപ്പൊ ഇതെന്താണ്? ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്, ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എപ്പോഴാണോ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് അപ്പൊ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങോട്ടേക്ക് പോകും?
ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക്. ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് പോകും അല്ലെ. ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ തന്നെ കൺട്രോള് ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് പോകും. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇനി എന്ത് സംഭവിക്കുക? ഈ 5 എന്ന് പറയുന്ന വാല്യൂ num1ലേക്ക് പാസ് ആവും. സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് വാല്യൂ പാസിംഗ് മെക്കാനിസം, ഫംഗ്ഷൻ വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആർഗ്യുമെന്റ് വാല്യൂ പാസിംഗ് മെക്കാനിസം എന്നാണ് ഇത് പറയാ. ഈ 5 num1ലേക്ക് പോകും. ഇതിന് ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് വിചാരിക്കുക 5 num1ലേക്ക് പോകും, 10 num2ലേക്ക് പോകും. ഈ വേരിയബിളിലേക്ക് കിട്ടും വാല്യൂ. 5 എന്ന് പറഞ്ഞ വാല്യൂ num1ലേക്ക് വരും, 10 എന്ന് പറഞ്ഞ വാല്യൂ num2ലേക്ക് വരും. നമുക്ക് ഇവിടെ 5ഉം 10ഉം കൊടുക്കാണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മുടെ ഡെഫിനിഷന്റെ അകത്ത് 2 വാല്യൂ ആവശ്യപ്പെടുന്നുണ്ട്. num1ഉം num2ഉം 2 വാല്യൂ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും num1ഉം num2ഉം കൊടുത്തേ പറ്റും. സോ 5ഉം 10ഉം കൊടുക്കുന്നു. ഈ 5 എന്ന് പറഞ്ഞ വാല്യൂ num1ലേക്ക് പാസ് ആവുന്നു, 10 എന്ന് പറയുന്ന വാല്യൂ num2ലേക്ക് പാസ് ആവുന്നു. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ പോകും അല്ലെ. ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് കൺട്രോൾ പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? num1 5 5 ഇവിടെ കിട്ടി, num1 കിട്ടി, 10 num2 കിട്ടി. അപ്പൊ താഴെ അടുത്ത ലൈൻ എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ? ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അടുത്ത ലൈൻ വരും ടോട്ടൽ ഈക്വൽ ടു num1 5 പ്ലസ് 10, 5 കൂട്ടിയാൽ ടോട്ടൽ 15 ആവും. എന്ത് സംഭവിക്കും? റിട്ടേൺ ടോട്ടൽ, ടോട്ടൽ വാല്യൂ 15 ആണ്. റിട്ടേൺ ഇറ്റ്. എവിടത്തേക്ക് റിട്ടേൺ ചെയ്യണം? ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എവിടത്തേക്കാ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത്? എവിടെ നിന്നാണോ കോൾ ചെയ്തത് അവിടത്തേക്കാണ് റിട്ടേൺ ചെയ്യേണ്ടത്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇറ്റ്സ് എ ഗോൾഡൻ റൂൾ ആക്ച്വലി, യു ഹാവ് ടു റിമെമ്പർ. എവിടെ നിന്നാണോ ഫംഗ്ഷനെ കോൾ ചെയ്തത് ഇതല്ലേ, ഇതാണ് ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ്, അവിടത്തേക്കാണ് റിട്ടേൺ വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ 15 കൊടുത്തു കഴിഞ്ഞാൽ ഈ 15 റിട്ടേൺ ആവുന്നത് ഇവിടത്തേക്കാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, ഷുഡ് നോട്ട് ഫോർഗെറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഓൾവേസ് യു റിമെമ്പർ, എവിടെ ഫംഗ്ഷൻ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അതേ സ്ഥലത്തേക്കാണ് ഫംഗ്ഷന്റെ വാല്യൂ, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കിട്ടുക. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ഹിയർ. പക്ഷെ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ തിരിച്ചിടുന്ന വാല്യൂനെ കൊണ്ട്? ഇല്ല, വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂവിനെ റിസീവ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണം. ഒന്നുകിൽ പ്രിന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഡയറക്ട്ലി പ്രിന്റിന്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. പ്രിന്റ് ഓഫ് ആഡ് ടു ഓഫ് 5, 10 ഇങ്ങനെ കൊടുക്കാം. അപ്പൊ എവിടെ നിന്നാണ് കോൾ ചെയ്തത്? അതായത് 5 ഇങ്ങോട്ടേക്ക് പോവും, 10 num2ലേക്ക് പോവും, num1ലേക്ക് പോവും, num2ലേക്ക് പോവും. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യും, 15 കിട്ടും, 15 തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടും. ഇപ്പൊ ഇവിടെ 15 കിട്ടിയിട്ടുണ്ടാവും, ഈ 15 പ്രിന്റ് ആവും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇതിനെ റിസീവ് ചെയ്യാൻ ഒരു വേരിയബിൾ കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ഇറ്റ്. സോ ഞാനൊരു വേരിയബിൾ എഴുതുന്നു, ടോട്ടൽ അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു ആഡ് 2 ഓഫ് 5, 10. ഇവിടെ എന്ത് സംഭവിക്കുക? ഈ ഒരു ലൈൻ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോകും. 5 എന്ന് പറയുന്ന വാല്യൂ num1ലേക്ക് പോകും, 10 എന്ന് പറയുന്ന വാല്യൂ num2ലേക്ക് പോകും അല്ലെ. എന്നിട്ട് ടോട്ടൽ ഈക്വൽ ടു num1 പ്ലസ് num2 15 കിട്ടും, റിട്ടേൺ ടോട്ടൽ. അപ്പൊ എവിടെ നിന്നാണ് കോൾ ചെയ്തത്? ഇവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത് അല്ലെ. സോ ഈ വാല്യൂ ഇവിടത്തേക്ക് കിട്ടും 15. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ടു ഓപ്പറേറ്റർ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ് ഇതിന് പറയാം. എപ്പോഴും അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിലാണ് ആദ്യം എക്സിക്യൂഷൻ നടത്തുക. അതായത് റൈറ്റ് സൈഡിലുള്ള പാർട്ടാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. എപ്പോഴും വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇതൊക്കെ ഈ പറയുന്ന പോയിന്റ് ഒക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ABC ഈക്വൽ ടു 10 എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ABC ഈക്വൽ ടു 10 പ്ലസ് 10 ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ, ഈ ഈക്വൽ ടു ഓപ്പറേറ്റർ അല്ലെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡ് ആണ് എപ്പോഴും എക്സിക്യൂഷൻ നടത്തുക ഫസ്റ്റ്. അതായത് ഈ 10ഉം 10ഉം കൂട്ടി 20 ആക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. എന്നിട്ട് ആ വാല്യൂ എടുത്തിട്ട് നമ്മുടെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യാണ് ചെയ്യുക. 20 എടുത്തിട്ട് ഇവിടത്തേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ 20 അസൈൻഡ് ആയിട്ടുണ്ടാവും. ദിസ് ഇസ് വാട്ട് തിയറി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിലുള്ള പാർട്ടാണ് എപ്പോഴും എക്സിക്യൂട്ട് ആവുക, ഉറപ്പായിട്ടും. ഓക്കെ, അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിലുള്ള പാർട്ടാണ് എപ്പോഴും ഫസ്റ്റ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ ഇത് കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? കോളിംഗ് ഇവിടത്തേക്ക് കിട്ടും, ഡെഫിനിഷനിലേക്ക് പോകും, വാല്യൂ പാസ് ആവും, 5 ഇങ്ങോട്ടേക്ക് കിട്ടും, 10 ഇങ്ങോട്ടേക്ക് കിട്ടും, സം കണ്ടുപിടിക്കും, ടോട്ടൽ 15 കണ്ടുപിടിക്കും,
15 കിട്ടിയ വാല്യൂ തിരിച്ചിങ്ങോട്ടേക്ക് കിട്ടും. സോ 15 ഇവിടെ കിട്ടി. ഈ 15 എന്താവും ടിയിലേക്ക് അസൈൻ ചെയ്യും. സോ ടി ഈക്വൽ ടു 15. ഇതാണ് ഇത് സിമിലർ ടു ദാറ്റ്. അപ്പോൾ ടീന്റെ വാല്യൂ എന്താവും 15 ആവും. നമുക്ക് പ്രിന്റ് ടി കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഔട്ട്പുട്ട് 15. ദിസ് ഈസ് വാട്ട് ദ കൺസെപ്റ്റ് ഓഫ് ഫംഗ്ഷൻ. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതൊരു പ്രോഗ്രാമാറ്റിക്കലി ചെയ്യാം. സോ എനി ഡൗട്ട്സ് ജസ്റ്റ് ആസ്ക് മീ ഇൻ കമന്റ് സെക്ഷൻ. Okay. So I'm just clearing out my screen. So let's write first define. Okay, define keyword function the pair add to. Okay, so input 1 comma input 2. Function definition എപ്പോഴും function calling statement മുകളിലായിരിക്കണം കേട്ടോ. അതായത് ഡെഫിനിഷൻ ആദ്യം വേണം, അതിനുശേഷം മാത്രമേ കോൾ ചെയ്യാൻ പാടുള്ളൂ. സോ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, സോ ഡെഫിനിഷൻ ആഡ് ടു ഞാൻ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഈക്വൽ ടു ഇൻപുട്ട് 1 പ്ലസ് ഇൻപുട്ട് 2. ഓക്കെ, ദെൻ റിട്ടേൺ total. So that's all my function definition. Okay, so this is my function definition. Okay, let's call function calling statement. Function call. Okay, എങ്ങനെ കോൾ ഞാൻ ഇതാണ് പറഞ്ഞോ. ഡെഫിനിഷൻ മുകളിലായിരിക്കണം, താഴെ ആയിരിക്കണം ഫംഗ്ഷൻ കോൾ ഉണ്ടാവുന്നത്. ഓക്കെ, സിമിലർ ടു ഹിയർ. ഇവിടെ ഞാൻ ഇവിടുന്ന് ആഡ് 2നെ കോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല. 15 5,10 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ആവില്ല, ഇതിവിടെ എറർ കാണിക്കും. ഓക്കെ, എപ്പോഴും ഫംഗ്ഷൻ ഡെഫിനിഷൻ കഴിഞ്ഞിട്ടേ കോൾ ചെയ്യാൻ പാടുള്ളൂ. സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ എപ്പോഴും എന്ത് ചെയ്യണം, മുകളിൽ കൊടുക്കണം. ഓക്കെ, സോ ലെറ്റ്സ് കോൾ ദ ഫംഗ്ഷൻ ആഡ്. നമ്മൾ ഓൾറെഡി താഴെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സജഷൻ കാണിക്കും ആഡ് 2. ഓക്കെ, സോ നമ്മൾ കൊടുത്താൽ ആഡ് 2 5,10. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർഗ്യുമെന്റ് ഇല്ലാണ്ട് കോൾ ചെയ്യാൻ പറ്റുമോ? ഒന്നും കൊടുക്കാണ്ട് കോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, എറർ കാണിക്കും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. See, this will show you error. Okay, so missing 2 required positional argument. What is positional arguments and all we will discuss. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ വാല്യൂ പാസിംഗ് മെക്കാനിസംസ് പറയാനുണ്ട്. അപ്പോൾ അന്ന് പറയാം പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്താണ്, കീവേഡ് ആർഗ്യുമെന്റ്സ് എന്താണ്, all these things we will discuss. Okay, so input and 1 input 10 2. So രണ്ട് ആർഗ്യുമെന്റ്സ് മിസ്സിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ആർഗ്യുമെന്റ്സ് കൊടുക്കണം. Okay, 5,10. ഇതിപ്പോ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പ്രിന്റ് ആവോ? ഇല്ല. ഇതിപ്പോ ഇവിടുന്ന് എപ്പോഴാണോ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് അപ്പൊ തന്നെ ഫംഗ്ഷന്റെ കൺട്രോള്, സോ ഇവിടുന്ന് കൺട്രോള് നേരെ ഇവിടെ എത്തും. ഇവിടുന്ന് ഈ 5 എന്ന് പറയുന്ന വാല്യൂ ഇൻപുട്ട് 1ലേക്കും 10 എന്ന് പറയുന്ന വാല്യൂ ഇൻപുട്ട് 2ലേക്കും പാസ് ആവും. ടോട്ടൽ ഈക്വൽ ടു 5 + 10 15 ടോട്ടലിൽ അസൈൻഡ് ആവും. റിട്ടേൺ ടോട്ടൽ ഈ കിട്ടുന്ന 15 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടത്തേക്ക് വരും. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ നോട്ട് പ്രിന്റ് ഇറ്റ്. ഒന്നും കിട്ടൂല. സി, ഒരു ഔട്ട്പുട്ടും ഇല്ല. അപ്പൊ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മൾ ഇത് പ്രിന്റിനുള്ളിൽ കൊടുക്കണം. പ്രിന്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേണം കൊടുക്കാൻ. ഓക്കെ, സോ ലെറ്റ്സ് റൺ ഇറ്റ്. സോ നൗ യു വിൽ ഗെറ്റ് 15. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഈ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടത്തേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രിന്റ് ആഡ് 2 ഓഫ് കൊടുത്തപ്പോൾ 15 ഔട്ട്പുട്ട് പ്രിന്റ് ആയത്. ഇനി ഇതല്ലെങ്കിലോ ആ വാല്യൂ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. എങ്ങനെ, ഒരു വേരിയബിളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ടി ഈസ് ഈക്വൽ ടു ആഡ് 2. സോ ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. നമുക്ക് ഇനി എന്ത് ചെയ്യാം, പ്രിന്റ് ടി കൊടുത്താൽ മതി. ഓക്കെ, സോ ലെറ്റ്സ് റൺ ഇറ്റ്. Yeah, you got it, 15. That's it. So this is what function definition and function call. So ഇവിടുന്ന് കോൾ എപ്പോഴാണോ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് അപ്പോഴാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എക്സിക്യൂട്ട് ആവുക. ഓക്കെ, എത്ര പ്രാവശ്യം ഫംഗ്ഷൻ ഡെഫിനിഷൻ എക്സിക്യൂട്ട് ആവാം? എത്ര തവണ വേണമെങ്കിലും എക്സിക്യൂട്ട് ആവാം, അല്ലെ? എത്ര പ്രാവശ്യം വേണമെങ്കിലും ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എക്സിക്യൂട്ട് ആവാം. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി ആഡ് 2ന് കോൾ ചെയ്യുന്നു. 10,20. ഇപ്പൊ എന്ത് സംഭവിക്കും? വീണ്ടും ഈ ഡെഫിനിഷൻ തന്നെയാണ് എക്സിക്യൂട്ട് ആവുക, അല്ലെ? സെയിം. ആദ്യം സി, ഇവിടെ ഞാൻ വി കൊടുക്കാം, വി ഈക്വൽ ടു. അപ്പൊ ഇത് എന്ത് കിട്ടണം, പ്രിന്റ് വി കൊടുത്തു കഴിഞ്ഞാൽ വി, നമുക്ക് രണ്ടും പ്രിന്റ് ചെയ്യാം, ടി കോമ വി. അപ്പൊ ആദ്യം ടി പ്രിന്റ് ചെയ്യുമ്പോൾ 15 കിട്ടും, വി പ്രിന്റ് ചെയ്യുമ്പോൾ 30 കിട്ടും.
സി 15 30. സി ഈ രണ്ട് പ്രാവശ്യവും എക്സിക്യൂട്ട് ആവുന്നത് സെയിം ഡെഫിനിഷൻ ആണ്. Here comes a very important point. What is the purpose of function? ചിലപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരും ചിലപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് മിഥുൻ ഫംഗ്ഷന്റെ പേർപ്പസ് എന്താണെന്ന് പറയാത്തത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗ്ഷൻ? എന്തിനാണ് അങ്ങനെ ഫംഗ്ഷൻ ഒരു വേറെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ഓഫ് കോഡ് ആയിട്ട് എഴുതുന്നത്? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ ഞാൻ അത് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല, എന്തിനാ സംഭവം അത് എന്നുള്ളത് മനസ്സിലാവണമെന്നില്ല. ഞാൻ അതുകൊണ്ടാണ് മൊത്തം ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വരാം എന്ന് വിചാരിച്ചത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഫംഗ്ഷൻ? എന്തിനാ അതൊരു ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ഓഫ് കോഡൊക്കെ ആക്കി എഴുതുന്നത്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫംഗ്ഷൻ ഈസ് ഫോർ കോഡ് റീയൂസ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് 5ഉം 10ഉം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ എഴുതണം അല്ലെ. രണ്ട് നമ്പർ 5 എടുക്കുന്നു 10 എടുക്കുന്നു, രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 10ഉം 20ഉം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് അതേപോലെ തന്നെ എഴുതണം. 30ഉം 40ഉം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് എഴുതണം. 40ഉം 50ഉം എഴുതാൻ വേണ്ടി വീണ്ടും സ്റ്റേറ്റ്മെന്റ്സ് എഴുതേണ്ടി വരും. അപ്പൊ സെയിം ലൈൻ ഓഫ് കോഡ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്. കോഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വേസ്റ്റ് പ്രോഗ്രാമിംഗ് ആണ്. കോഡ് റിപ്പീറ്റേഷൻ. കോഡ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരേ ടൈപ്പ് ഓഫ് കോഡ് തന്നെ പിന്നെയും ഒരേ ആവശ്യത്തിന് വേണ്ടി പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡെഫിനിഷൻ, ഈ എഴുതിയിരിക്കുന്ന ഈ ഡെഫിനിഷൻ, ഇപ്പൊ ഇതൊന്നും ക്ലിയർ ആവാണ്ടായി എന്നാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഓൾറെഡി കണ്ടിട്ടുള്ള ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഒറ്റ പ്രാവശ്യം എഴുതുന്നുള്ളൂ. പക്ഷെ അതിന് എത്ര പ്രാവശ്യം വേണമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ഒറ്റ പ്രാവശ്യം എഴുതുന്നുള്ളൂ, കോഡ് റിപ്പീറ്റേഷൻ ഇല്ല. സോ ദാറ്റ്സ് വാട്ട് എ ഫംഗ്ഷൻ. കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കുക, കോഡ് റീയൂസിങ്, ദാറ്റ്സ് വാട്ട് എ ഫംഗ്ഷൻ ഈസ്. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ. ഒരു കോഡ് ഒരു പർപ്പസിനുള്ള കോഡ്, സം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ടാക്സിന്റെ ഇപ്പൊ എത്ര ടാക്സ് വരും കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാൻ, ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് പെർസെന്റ് എത്രയാണ്, ഒരൊറ്റ പ്രാവശ്യം കോഡ് എഴുതുന്നുള്ളൂ. ആ കോഡ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് വൈ വി ആർ കീപ്പിംഗ് ദാറ്റ് കോഡ് aside. സോ കോഡ് റീയൂസബിലിറ്റി, കോഡ് റിപ്പീറ്റേഷൻ ഒഴിവാക്കുക, ഇതിനു വേണ്ടിയാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഹോപ്പ് യു ഗോട്ട് ദ ഐഡിയ ക്ലിയർലി. സോ നമുക്ക് ചെയ്ത പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.